CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടിക്ക് ബാധ്യതയാകുന്നുവോ? അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളും പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ശരീരഭാഷ പോലും പാർട്ടിക്ക് മുന്നണിക്ക് വലിയ തിരിച്ചടിയായി എന്ന് വിവിധ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മീറ്റിംഗുകളിൽ ഭൂരിഭാഗം സഖാക്കളും പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ വിമർശനമാണ് MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി കൂടി പരോക്ഷമായിട്ടാണെങ്കിലും MV ഗോവിന്ദന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യയെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിർണയിക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ അവിടെ നടക്കുകയും ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ PK ശ്യാമളയെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ പിണറായി വിജയനുമായി കൂടിയാലോചിച്ച് MV ഗോവിന്ദൻ നടത്തിയിരുന്നു എന്നും ആരോപണമുണ്ട്. പാർട്ടിക്ക് വലിയൊരു ബാധ്യതയായി MV ഗോവിന്ദൻ നിലനിൽക്കുന്നു. മാത്രമല്ല, നേതൃമാറ്റത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും CPMൽ ഇല്ല എന്ന് MV ഗോവിന്ദൻ തന്നെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരവസ്ഥയിൽ CPMന് തിരുത്തൽ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് MV ഗോവിന്ദനും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ചില ഇടപെടലുകളും ഒക്കെ തന്നെ വലിയ തോതിൽ ദോഷം ചെയ്യുന്നു, വലിയ വിലങ്ങുതടിയായി മാറുന്നു എന്ന ഒരു പൊതു വിലയിരുത്തലിലാണ് പാർട്ടിയിലെ ചില മുതിർന്ന അംഗങ്ങളും ചില നേതാക്കളും. ഇത് അതിശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഭൂരിഭാഗം അംഗങ്ങളും പറയുന്നു. ഒപ്പം MA ബേബിയും ഇത് തന്നെ പറയുമ്പോൾ ശക്തമായ പ്രതിരോധത്തിലായിരിക്കുകയാണ് MV ഗോവിന്ദനും പിണറായി വിജയനും. ഒരാൾ സ്വന്തം അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കാറുണ്ട്. അത്തരം പ്രചരണങ്ങളുടെ പിന്നാലെ പാർട്ടി പോകേണ്ടതില്ല. എന്നാൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ മൊത്തത്തിൽ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകും എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് തന്നെ കാണിക്കണം എന്നാണ് മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് MA ബേബി പറഞ്ഞത്. ഇത് MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇക്കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിൽ താനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ നേതാവ് തന്നെ, അതായത് ഗോവിന്ദൻ തന്നെ മുൻകൈ എടുക്കണമായിരുന്നു എന്നതാണ് ശരിയായ രീതി എന്ന് MA ബേബി വിശദീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഗോവിന്ദൻ തന്നെ നേരിട്ട് ഇടപെട്ടാണ് PK ശ്യാമളയ്ക്ക് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം നേടിക്കൊടുത്തത് എന്നതാണ് മറ്റൊരു കാര്യം. കണ്ണൂരിൽ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായില്ല എന്ന സ്വയം വിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുകയും അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും MA ബേബി വ്യക്തമാക്കുന്നു. ഇത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്തരത്തിൽ പാർട്ടിക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അത് തിരുത്തിയാണെങ്കിലും തിരുത്തി അല്ലെങ്കിലും വലിയ തോതിൽ ഒരു വിലങ്ങുതടിയായി തന്നെ MV ഗോവിന്ദന്റെ രീതികളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നടപടികളും ഒക്കെ തന്നെ മാറുന്നു എന്ന ധ്വനിയാണ് ഇതിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ജനസേവകരാണെന്നും ഏത് സാഹചര്യത്തിലും ജനങ്ങളോട് മാന്യമായും സ്നേഹത്തോടെയും പെരുമാറണം എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത് പലരെയും ചൂണ്ടിക്കാട്ടി തന്നെയാണ്. ഒരു വേള പിണറായി വിജയനെ ചൂണ്ടിക്കാട്ടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ കടക്കുപുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, മാറി നിൽക്കങ്ങോട്ട് തുടങ്ങിയ പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കുന്നത് തന്നെയാണ്. സ്വയം വിമർശനങ്ങളെ പാർട്ടി പ്രോത്സാഹിപ്പിക്കണം. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടി സെക്രട്ടറി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിയെ ഇതിലും ശക്തമായ ഭാഷയിൽ വിമർശിക്കേണ്ടതായിരുന്നു എന്നും അവസാനം മറ്റുള്ള ആളുകളുടെ തലയിൽ കെട്ടിവെക്കുന്ന ആ പതിവ് രീതി തന്നെയാണ് MA ബേബി ഇവിടെ തുടർന്നത്. വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ബേബി വ്യക്തമാക്കുന്നത്. പാർട്ടി സെക്രട്ടറി തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പഴയ മുഖ്യമന്ത്രി തന്നെ പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം വരുത്തി വെക്കുമ്പോൾ എല്ലാവരും ഇവരെ മാറ്റണം എന്ന് ആവർത്തിച്ച സഖാക്കൾ ആവശ്യപ്പെടുമ്പോൾ, നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ ഇത്തരം അഴകുഴമ്പൻ ന്യായീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ ജനറൽ സെക്രട്ടറിക്ക് പോലും പറയാനുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം.